അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഈ രണ്ട് സംസ്ഥാനങ്ങളും ആര് ജയിച്ചാലും അത് ബി.ജെ.പിയുടെ എണ്ണത്തിൽ കൂട്ടാവുന്ന സീറ്റുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഒറീസയിലെ ഒരു ഘട്ടത്തിൽ സഖ്യത്തിന്റെ ചർച്ചകൾ ഫൈനൽ സ്റ്റേജിൽ വന്നതാണ്. ബി.ജെ.ഡിയും അതുപോലെ തന്നെ ബി.ജെ.പിയും സഖ്യകക്ഷികളായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായതാണ്. പക്ഷേ മറ്റേ ഒരു കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയും മറ്റേ സ്റ്റേറ്റ് ഭരിക്കുന്ന ബി.ജെ.ഡിയും ഒന്നായി കഴിഞ്ഞാൽ, ഒരു ആന്റി ഇൻകംബൻസിയുടെ ഏതെങ്കിലും ഒരു എലിമെന്റ് വർക്കൗട്ട് ആയാൽ അവിടെ നിലംപരിശായിട്ട് കിടക്കുന്ന കോൺഗ്രസിന് അതൊരു പുതുജീവൻ നൽകും. ജയിക്കും, ഭരിക്കും, എണ്ണം കൂട്ടും എന്നുള്ളതൊന്നുമല്ല, പക്ഷെ അവർക്ക് മറ്റേ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. അപ്പോ ബി.ജെ.പിയും ബി.ജെ.ഡിയും ഒന്നായി കഴിയുമ്പോൾ അവരുടെ വിരുദ്ധമായിട്ടുള്ള വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസ്, വേറെ ആൾക്കാരില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലേക്ക് ഏകീകരിക്കപ്പെടുകയും അത് ഈ ഇലക്ഷന്റെ റിസൾട്ടിനെ സാരമായി ബാധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്